വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേരള PSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക. സ്വാഭാവികമായിട്ടും ഇത് ലൈവ് നോട്ടിഫിക്കേഷൻ ആണ്, എല്ലാവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. സ്വാഭാവികമായിട്ടും ഈ തസ്തികയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും നെഗറ്റീവ് റിവ്യൂകളും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകളുടെ പുറമിന് പോകരുത് എന്നുള്ള സജഷനാണ് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും നിയമനം കുറവ് തന്നെയാണ്. നിയമനം കുറവാണെന്നുള്ള കാര്യം തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേക്കൻസി എങ്കിലും ഇല്ലാതെ അങ്ങനെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരത്തില്ലല്ലോ. ഇല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടല്ല പരീക്ഷ എഴുതുന്നത് ആണ്, അതോ 10 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഒരേ ഒരു വേക്കൻസി മാത്രം നമുക്ക് കിട്ടിയാലും മതി. അപ്പൊ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നിയമനം കുറവാണ് എന്ന് പറയുന്ന വാക്കിന്റെ പുറകിന് പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നെഗറ്റീവ് ന്യൂസുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്തേക്ക് കടന്നു പോയിട്ട് 527/2024 എന്ന് പറയുന്ന തസ്തിക ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ നിയമനം വരുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കീഴിലാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. സോ അവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ടാണ് നിങ്ങളുടെ നിയമനം വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പ്രൊമോഷൻ കിട്ടിയിട്ട് മറ്റ് തസ്തികകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആദ്യമേ പറഞ്ഞു തരാം. അപ്പൊ ഒന്ന്, നിങ്ങൾ പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടാൽ മതിയാകും. അതല്ല, നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകളിൽ കേട്ട് അതിന്റെ പുറകിനാണ് പോകുന്നതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള നിങ്ങൾ ക്രമീകരണം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എടാ മക്കളെ, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തിക അപ്ലൈ ചെയ്യാവുന്നതാണ്. വയസ്സ് വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ജനുവരി മാസം 2-ാം തീയതി 1988 ജനുവരി മാസം 2-ാം തീയതി മുതൽ അടുത്ത 2006 ജനുവരി 1 വരെ ഈ 2 ഡേറ്റുകൾക്കിടയിൽ എന്ന് പറഞ്ഞ 2 ഡേറ്റ് ഉൾപ്പെടെ ഉൾപ്പെടെ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 88 മുതൽ 2006 ജനുവരി 1 വരെ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സ്കെയില് വരുന്നത്, ബേസിക് വരുന്നത് തന്നെ ഏകദേശം 23,000 ആണ്. അതിന്റെ കൂടെ DAയും HRA എല്ലാം കൂടെ ചേർത്ത് ചുരുക്കി പറഞ്ഞാല് തുടക്കത്തിലെ ഏകദേശം ഒരു 25,000 രൂപയുടെ അടുത്ത് സാലറി വാങ്ങിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തിക. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് സ്വാഭാവികമായിട്ട് ഇത്രയും ഗ്ലാമറസ് ആകാനുള്ള കാരണം. അതായത് LDയോട് കിടപിടിക്കാൻ പറ്റുന്ന, LDയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഇത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തിക. ഇനി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. എടാ, നിങ്ങളുടെ നിയമനം നടക്കുന്നത് സാധാരണ മാവേലി സ്റ്റോറുകളിലെ, അതേപോലെ തന്നെ മാവേലി സൂപ്പർ മാർക്കറ്റുകളുണ്ട്, മാവേലി ഹൈപ്പർ മാർക്കറ്റുകള്, അതുപോലെ പീപ്പിൾ ബസാറ്, അതേപോലെ നമ്മുടെ സപ്ലൈകോടെ പമ്പുകളുണ്ട്. അങ്ങനെ സപ്ലൈകോടെ തന്നെയുള്ള ചില മെഡിക്കൽ ഷോപ്പുകളിലേക്കും അതുപോലെ തന്നെ വാഹനങ്ങളിലുള്ള നമ്മുടെ സെയിൽ ഉണ്ടല്ലോ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ജോലി വരുന്നത്.
ഇനി ഈ സപ്ലൈകോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സപ്ലൈകോ സപ്ലൈകോ സപ്ലൈകോ. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് കോർപ്പറേഷന്റെ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് നെയിമാണ് സപ്ലൈകോ. അപ്പൊ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തന്നെയാണ് സപ്ലൈകോ എന്ന ബ്രാൻഡ് പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെയാണേ, ഇത്രയും കാര്യങ്ങൾ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മാസം 29-ാം തീയതിയാണ്. അപ്പൊ ഇനി ഏകദേശം ഒരാഴ്ച താഴെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷയുടെ അവസാന, അതായത് ആപ്ലിക്കേഷന്റെ ഡെഡ് ലൈനിലേക്ക് നീങ്ങാതെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് കാലതാമസം വരുത്തണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തസ്തിക നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. വീണ്ടും പറയുന്നു 527/2024 അങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് നമ്മൾ കടന്നുപോയി ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് പരീക്ഷ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പരീക്ഷ 2025 ഓഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ ഉണ്ടാകും എന്നർത്ഥം. ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 2025 ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷ നടക്കുന്നു എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി മാസം മുതൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം ഒരു 8 മാസം കിട്ടൂടാ നിങ്ങൾക്ക് പഠിക്കാന്. ഈ 8 മാസം കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലെ നിങ്ങൾ ഏത് ജില്ലയാണോ വെക്കാൻ പോകുന്നത് അതിനകത്ത് ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേര് വരും. ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേര് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജോലി കിട്ടത്തില്ലേ? കിട്ടും, ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസുകളുടെ പുറകിന് പോകാതെ എത്രയും പെട്ടെന്ന് പോസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അടുത്ത ഒരു 8 മാസം നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. 2025 നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയമനങ്ങളൊക്കെ വരുന്നത് ഒന്നുകില് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ട് വരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ സപ്ലൈകോയിലൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സപ്ലൈകോയുടെ ബ്രാൻഡായിട്ട് വരുന്ന ഒരു സാധനമുണ്ട്, ശബരി എന്ന് പറയുന്ന. ശബരി സോപ്പ് വാങ്ങിക്കാറില്ലേ? ശബരിയുടെ ബുക്ക് നിങ്ങൾ കാണാറില്ലേ? ശബരിയുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അവർക്ക്. ഏകദേശം 14ഓളം പ്രോഡക്ട്സ് അവർ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. അവിടെ വരുന്ന ആ ഒരു ഷോപ്പിലേക്ക് വരുന്ന കാര്യങ്ങൾ, അതായത് അവിടെ വരുന്ന പ്രോഡക്ട്സ്, അത് സ്റ്റോക്ക് എത്രയുണ്ട്, എത്ര സെയിലായി പോയി, ഇങ്ങനെയുള്ള കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തുക. ചില സമയത്ത് ഏതെങ്കിലും ഒരു മാവേലി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അവിടെ മാനേജറായിട്ട് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇതൊരു നല്ല തസ്തിക തന്നെയാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ ആ പേരിനകത്ത് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. LDയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു തസ്തിക തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യത ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെന്നെത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ. ഒരു കമ്പനിയാണെന്നുള്ള കാര്യം കൂടി ഓർമ്മയിലുണ്ടാവണേ. നിങ്ങൾക്ക് നമ്മുടെ സപ്ലൈകോയുടെ താലൂക്ക് ഡിപ്പോകളിലെ നമുക്ക് ആദ്യമേ നിയമനം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകൾ, അതുപോലെ പീപ്പിൾ ബസാർ, അതേപോലെ തന്നെ നമ്മുടെ പെട്രോൾ പമ്പുകളുണ്ട്, സപ്ലൈകോയുടെ കീഴിൽ വരുന്ന പമ്പുകളുണ്ട്. അതേപോലെ തന്നെ സപ്ലൈകോയുടെ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അതുപോലെ സപ്ലൈകോയുടെ ഈ ഗ്രാമീണ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടികളുടെ സെയിലൊക്കെ കാണും. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 9:30 മുതൽ 5:30 വരെയുള്ള ജോലി ആണെങ്കിൽ കൂടി ഷോപ്പ് എപ്പോഴാണോ അടയ്ക്കുന്നത് അവിടെ അത്രയും നേരം തന്നെ നമ്മൾ അവിടെ ജോലി ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരിത്. പിന്നെ നമ്മൾ ഈ ഓണമൊക്കെ അടുക്കുന്ന സമയത്ത് ഈ കിറ്റ് കൊടുക്കാറില്ല, ഈ കിറ്റൊക്കെ നോക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ജോലി ഭാരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജോലി നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് യോഗ്യതയിൽ ചെന്നെത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ല ജോലിയാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിലവിലെ ഇതിനു മുമ്പ് വന്ന റാങ്ക് ലിസ്റ്റ് 2023 ഇതൊരു ജില്ലാതല നിയമനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ജില്ല വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് ആദ്യത്തെ 50-നകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ജില്ലകൾ ചൂസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും നിർബന്ധിപ്പിക്കുന്നില്ല.
എന്നിരുന്നാലും കഴിഞ്ഞു പോയ ലിസ്റ്റിനകത്തെ ഏകദേശം 2023 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2026 അവസാനിക്കുമ്പോൾ ഏകദേശം 1.5 വർഷം കഴിയുമ്പോൾ നിയമന നില വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ തത്വത്തിൽ അംഗീകരിക്കുകയാണ്. ഏകദേശം 7% അത് 8% അടുത്ത് നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ വരുന്നു. 14 ജില്ലകളുടെ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ മക്കളെ 14 ജില്ലകളുടെ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് അവിടെ 66 ആയിരുന്നു. 66 മാർക്ക് കട്ട് ഓഫ് വന്നിട്ട് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 892 ആയിരുന്നു. മാത്രമല്ല മൊത്തത്തിൽ പോയിരിക്കുന്ന അഡ്വൈസ് എത്രയെന്നറിയോ? 267 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. നമ്മൾ എല്ലാ ജില്ലകളും പരിശോധിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു ജില്ലയാണ് ഏത്? തിരുവനന്തപുരം ജില്ല. 267 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിലെ 270ാമതായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഏകദേശ റിവ്യൂ കഴിഞ്ഞ പോയ പരീക്ഷയില്. മാത്രമല്ല 26/5/2023 റാങ്ക് പട്ടിക നിലവിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 3 വർഷം, അതായത് 25/5/2026 റാങ്ക് പട്ടിക അവസാനിക്കുന്നു. 26/5/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. ആ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് 64ഉം 910 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റിനകത്തേക്ക് നിങ്ങളുടെ പേര് വരിക എന്നതിലുപരി ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേര് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചലഞ്ച്. അതിൽ നിങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടും. ഓക്കെ, ഇവിടെ 93 അഡ്വൈസുകൾ മാത്രമേ മൊത്തത്തിൽ പോയിട്ടുള്ളൂ കേട്ടോ. 93 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. 2/6/2023 റാങ്ക് പട്ടിക നിലവിൽ വന്നതാണ്. 2/6/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. സോ ഓപ്പൺ കാറ്റഗറിയിലെ 160ാമത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മൊത്തത്തില് ബാക്കിയുള്ളതെല്ലാം NJD ആണ്. ഏകദേശം മൊത്തത്തിലെ 93 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കേട്ടോ. ഡിലീഷൻ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. അടുത്തത് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുഞ്ഞുങ്ങളെ 92 അഡ്വൈസേ പോയിട്ടുള്ളൂ മൊത്തത്തിൽ കേട്ടോ. ആകെ മൊത്തം 92 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റിൽ 599 ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് 61.67 വരുന്നു. അപ്പൊ കട്ട് ഓഫിന്റെ ഒരു ഏകദേശ ധാരണ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് 66 ആണെങ്കിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ 64ഉം അത് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ 61.67 മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യത. സോ 92 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിൽ നിൽക്കുന്ന 128ാമത് പോയ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് 392 ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റില് ഉൾപ്പെടുത്തിയത്. കട്ട് ഓഫ് 61. അപ്പൊ ആ ഒരു റേഞ്ചിലെ കട്ട് ഓഫ് 60, 61, 62 ആ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് കളിക്കുക. മൊത്തത്തിൽ പോയ അഡ്വൈസിന്റെ എണ്ണം എന്ന് പറഞ്ഞാല് 65 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിലെ 80ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്തത് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ 586 പേരുടെ ഒരു മെയിൻ ലിസ്റ്റിനാണ് PSC പുറത്തുവിട്ടത്. കോട്ടയം ജില്ലയുടെ ASMന്റെ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന സമയത്ത് 586 ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല കട്ട് ഓഫ് വന്നത് 63 ആയിരുന്നു കട്ട് ഓഫ്. മൊത്തത്തിൽ പോയ അഡ്വൈസിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാല് വെറും 59 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ കോട്ടയം ജില്ലയില്. അതിലെ ഓപ്പൺ കാറ്റഗറിയിലെ 83ാമത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുമുണ്ട്. ഇതാണ് ഏകദേശം കോട്ടയം ജില്ലയുടെ ഒരു ഏകദേശ റിവ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസർവേഷൻ ബെനിഫിറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ അതുകൂടി ഒന്ന് പരിഗണിച്ചോണം. ഈയിടവയൊക്കെ 86 ഇവിടെ പോയിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ എറണാകുളം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് 876 പേരുടെ ഒരു വലിയ റാങ്ക് പട്ടികയാണ് നിലവിൽ വന്നത്. കട്ട് ഓഫ് 64.67, അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആണ് 64.67. പക്ഷേ അഡ്വൈസ് വന്നത് എത്രയെന്നറിയോ?
വെറും 128 അഡ്വൈസുകളാണ് ഏകദേശം ഒരു 1.5 വർഷം കഴിയുമ്പോൾ, അതായത് 9/5/2023 റാങ്ക് പട്ടിക വന്നത്. 9/5/2024, 9/5/2025, ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എടാ കുഞ്ഞുങ്ങളെ, 1.5 വർഷം കഴിയുമ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത് ആകെ 128 അഡ്വൈസും. ഓപ്പൺ കാറ്റഗറി 185 നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തികയുടെ നെഗറ്റീവ് റിവ്യൂവിന്റെ പുറമിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പോലും നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേര് വരികയും നിങ്ങൾക്ക് ആദ്യം അഡ്വൈസ് പോവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നുമില്ല. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ 504 പേരുടെ ഒരു റാങ്ക് പട്ടികയാണ് PSC വിട്ടത്. 57.33 ആയിരുന്നു കട്ട് ഓഫ്. പക്ഷേ വെറും 29 അഡ്വൈസുകൾ മാത്രമേ ആ ജില്ലയിൽ ആകെ പോയിട്ടുള്ളൂ. അതായത് ഓപ്പൺ കാറ്റഗറി നിൽക്കുന്ന 41-ാമതായിട്ട് വന്ന ഉദ്യോഗാർത്ഥിക്കാണ് അഡ്വൈസ് അവസാനമായിട്ട് പോയിരിക്കുന്നത്. സോ ഈ ഒരു യാഥാർത്ഥ്യത മനസ്സിലാക്കണം. ഇടുക്കി ജില്ല ചൂസ് ചെയ്യുന്നവരൊക്കെ ഈ അഡ്വൈസിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യുവാൻ. നിസ്സാരമായിട്ട് വെറും 29 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇടുക്കി ജില്ലക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇടുക്കി ജില്ല ചൂസ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുണ്ട്. അല്ലാതെ ഒരു ആവറേജ് പഠിത്തക്കാരാണ് ഇടുക്കി ജില്ല ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വൈസിന്റെ എണ്ണം കുറവാണ്. ഇനിയും ഒരു 1.5 വർഷം കൂടി ലിസ്റ്റിന് കാലാവധി ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഒരു 70-75 മാർക്ക് അടിക്കാൻ പറ്റുന്നവനാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ല ചൂസ് ചെയ്യാവുന്നതാണ്. തൃശ്ശൂരേക്ക് വരുമ്പോൾ 81 അഡ്വൈസുകൾ പോയി. 598 പേരുടെ വലിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് PSC പുറത്തുവിട്ടത്. 66.33 ആയിരുന്നു കട്ട് ഓഫ്. 81 അഡ്വൈസുകളെ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിൽ വന്ന 111-ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്കാണ് അവസാനമായിട്ട് എന്ത് പോകുന്നത്, അഡ്വൈസ് പോകുന്നത്. അതായത് 9/5/2023 വന്ന റാങ്ക് പട്ടിക 8/5/2026 ആകുമ്പോൾ അവസാനിക്കുന്നു. അതായത് 9/5/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ ആ റാങ്ക് പട്ടികയിൽ നമ്മുടെ പേര് ആദ്യത്തെ 50-നകത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എടാ മക്കളെ, പാലക്കാടേക്ക് നമ്മൾ ചാടി. കരിമ്പനടകളുടെ നാളാണ് പാലക്കാട്. സോ പാലക്കാടേക്ക് നമ്മൾ പോകുമ്പോൾ മൊത്തം അഡ്വൈസ് 78 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. ഈ 78 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി നിൽക്കുന്ന 108-ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോകുന്നത്. മാത്രമല്ല കട്ട് ഓഫ് വന്നത് 65.33. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏകദേശം 600-ന് അടുത്ത്, അതായത് 598 ഉദ്യോഗാർത്ഥികളെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുകയും കട്ട് ഓഫ് 65.33, അതായത് 65.33 കൂടുതൽ മാർക്ക് വാങ്ങിച്ച 598 പേരായിരുന്നു പാലക്കാട് ജില്ലയിലെ പരീക്ഷ എഴുതിയത്. 78 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. നമ്മൾ നേരെ മലപ്പുറം ജില്ലയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം, അതേപോലെ എറണാകുളം, മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയത്. അവിടെ 115 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. പക്ഷേ 730 പേരുടെ ഒരു വലിയ റാങ്ക് പട്ടിക നിലവിൽ PSC വിടുന്നു. 63 ആയിരുന്നു കട്ട് ഓഫ്. ഓപ്പൺ കാറ്റഗറിയിലെ 163-ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ മേപ്പോട്ട് കയറി കോഴിക്കോടേക്ക് ചാടി. കോഴിക്കോടേക്ക് നമ്മൾ പോകുമ്പോൾ 99 അഡ്വൈസുകൾ മാത്രമേ മൊത്തത്തിൽ പോയിട്ടുള്ളൂ. പക്ഷേ 752 പേരുടെ ഒരു വലിയ റാങ്ക് പട്ടിക PSC പുറത്തുവിടുന്നു. 66 കട്ട് ഓഫ് വെച്ചു. അതായത് 66 മാർക്കും അതിനൊക്കെ മേപ്പോട്ടും ഉള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 752 പേരായിരുന്നു. കണ്ടോ, 99 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിലെ 173-ാമത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. റാങ്ക് പട്ടിക 28/4/2023 നിലവിൽ വരുന്നു. 28/4/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. വയനാട് ജില്ലയിലേക്ക് പോകുമ്പോൾ 44 അഡ്വൈസുകൾ മാത്രമേ PSC ഇതുവരെയും പുറത്തേക്ക് അയച്ചിട്ടുള്ളൂ. അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ 59-ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 300 പേരുടെ ചെറിയൊരു ലിസ്റ്റാണ് PSC പുറത്തുവിട്ടത്. 62 കട്ട് ഓഫ് വെച്ചു. 62 കട്ട് ഓഫ് വെച്ചപ്പോൾ പോലും നമുക്കവിടെ 300 കുട്ടികളെ അല്ലെങ്കിൽ 300 ഉദ്യോഗാർത്ഥികളെ
ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യതയാണ്. വെറും 44 അഡ്വൈസുകളാണ് സോഫോർ ഇതുവരെ PSC വിട്ടിരിക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. കണ്ണൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 600 അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് 598 പേരുടെ റാങ്ക് പട്ടിക PSC പുറത്തുവിടുന്നു. 66 മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണമാണ് 598. 75 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിലെ 133ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. പുതിയ റാങ്ക് പട്ടിക 26/4/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരും. ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവസാനം കാസർഗോഡ് എന്ന് പറയുന്ന നമ്മുടെ അങ്ങ് അറ്റത്ത് ജില്ലയിലേക്ക് നമ്മൾ ചാടിയിരിക്കുകയാണ്. സോ ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കട്ട് ഓഫും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി അവസാനിപ്പിച്ചതാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ 457 പേരുടെ റാങ്ക് പട്ടിക PSC മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 457, കട്ട് ഓഫ് വന്നത് 60.67. മാത്രമല്ല അഡ്വൈസുകളുടെ എണ്ണം വെറും 21 അഡ്വൈസുകൾ മാത്രമേ കാസർഗോഡ് ജില്ലയിലെ ഇതുവരെ പോയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓപ്പൺ കാറ്റഗറിയിലെ 27ാമതായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഇതുവരെയും അഡ്വൈസ് പോയിട്ടുള്ളൂ. സോ ഇതാണ് കേരളത്തിലെ 14 ജില്ലകളിലും കഴിഞ്ഞ തവണ ASMന്റെ പരീക്ഷ എഴുതി മാറിയപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കട്ട് ഓഫും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നു. ഓപ്പൺ കാറ്റഗറിയിൽ വന്ന അവസാനം നിൽക്കുന്ന ഓപ്പൺ കാറ്റഗറിയിലെ അവസാനത്തെ അഡ്വൈസ് പോയ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ഉൾപ്പെടെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. വരാൻ പോകുന്ന ഏകദേശം 1.5 വർഷം കഴിയുമ്പോൾ പോലും റാങ്ക് ലിസ്റ്റിനകത്ത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയേറെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം നിയമനം കൊടുക്കാൻ സാധിച്ചുള്ളെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും സ്വാഭാവികമായിട്ടും ഇതിൽ താഴെയായിരിക്കും സ്വാഭാവികമായിട്ട് നിയമന നില. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഈ കോമ്പറ്റീഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകളുടെ പുറമിന് പോകുന്നത്. സോ ആ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ഏകദേശം 8 മാസത്തെ സമയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. വീണ്ടും പറയുന്നു, വലിയ സുവർണ അവസരമാണ്. പക്ഷേ നിങ്ങളുടെ മാർക്ക് ഹെവി ആയിരിക്കണം. റാങ്ക് പട്ടികയിൽ ആദ്യമേ നിങ്ങളുടെ പേര് വരണം. അങ്ങനെയാണെങ്കിൽ ജോലി കിട്ടും. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറൊന്നും പറയുന്നില്ല. നമ്മൾ വലിയ മോഹന വാഗ്ദാനങ്ങളും തരുന്നില്ല. പക്ഷേ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് ആദ്യമേ ഉണ്ടാവണം. അതായത് ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കുക എന്നുള്ള വലിയൊരു മിഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ ഇവിടെ നമ്മൾ ഏകദേശം കട്ട് ഓഫിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. വീണ്ടും പറയുന്നു, ഇതാണ് പുതിയ സിലബസ്. കണ്ടോ, ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. കണ്ടോ, നോക്കിയേ, മലയാളം 10, ഇംഗ്ലീഷ് 10, അതേപോലെ തന്നെ മാത്സ് 10, ഏകദേശം 30, കറണ്ട് അഫേഴ്സ് 20, 50 മാർക്കായിട്ടുണ്ട്. കണ്ടോ, ബാക്കിയുള്ള വിഷയങ്ങളുടെ മാർക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അതിലെ ബയോളജി ഉണ്ടല്ലോ, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് വലിയ പ്രാധാന്യമാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കലാകായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എന്താണ്, എങ്ങനെയാണ് പഠിക്കണം എന്നുള്ള കാര്യം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾ മാർക്ക് നോക്കുക. അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാതെയുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് PSC ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ വേർഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് പേജ് മാത്രമാണ്. ഇതിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്ന എല്ലാ പേജും പ്രിന്റ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ മാപ്പോട്ട് തോന്നണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിഷയങ്ങൾ നോക്കിയിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ദിവസം പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ 2025 ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിൽ നടക്കുന്ന ഈ ASMന്റെ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നല്ല, ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേര് എത്തിക്കുവാൻ സാധിക്കും. സോ ഇതൊരു LD ലെവലിലുള്ള സിലബസ് ആയതുകൊണ്ട് LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കോഴ്സ് പോലെ ഇതിനകത്തേക്ക് വരാവുന്നതാണ്. സോ ബ്രിഡ്ജ് പോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പിടിതട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയൊരു ദൗത്യമൊന്നും അല്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകളുടെ പുറകിന് പോകരുത്.
നിങ്ങൾ ഭംഗിയായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യണം. 8 മാസത്തെ സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ പ്രിപ്പറേഷന്റെ കീഴിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ടൊരു മെന്റർ വേണം. അതായത് ഓരോ ദിവസങ്ങളും എങ്ങനെയാണ്, നമ്മൾ ചുമ്മാ സാധാരണ രീതിയിൽ ഒരു റാങ്ക് ഫയൽ തുറന്നു വെച്ച് 1ാമത്തെ പേജ് 2ാമത്തെ പേജ് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ പഠിക്കുന്ന ദിവസങ്ങൾ 8 മാസത്തെ സമയം ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് അത് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ തീർച്ചയായിട്ടും വെട്രിൽ കുറഞ്ഞ ഒന്നുമേ നിങ്ങൾ പരിഗണിക്കേണ്ട. സോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു കൃത്യമായ ടൈം ടേബിൾ ആണ് വേണ്ടത്. സോ കൃത്യമായ ടൈം ടേബിൾ വേണം. പിന്നെ ഓരോ ദിവസങ്ങളും എങ്ങനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മെന്റർഷിപ്പ് വേണം. സോ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാമുകൾ വേണം, റിവിഷൻ എക്സാമുകൾ വേണം, നോട്ടുകൾ വേണം. എന്താണ് ഇതെല്ലാം? ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ടതാണ്. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഈ 5 കാര്യങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയ ASMന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ Day 1, Day 2, Day 3 ഇന്നിങ്ങനെയുള്ള ഒരു മിഷന്റെ ഭാഗമാണ്. സോ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവീസിൽ കയറാൻ വലിയൊരു ബുദ്ധിമുട്ട് വരത്തില്ല. മീൻസ് പരീക്ഷയ്ക്ക് കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്ക് കൂടുതൽ അടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. സോ അതുകൊണ്ട് ഈ ഒരു അവസരം, ഈ ഒരു പുതിയ ബാച്ചാണിത്. തുടക്കക്കാരെ സമീപിച്ച് നോക്കുമ്പോൾ Day 1 മുതൽ ഒരു Day 60 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആവും. സോ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ടാവും. എന്താണ് പഠിക്കുന്നത്, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും. സോ അതിന്റെ നോട്ട്, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് റിവിഷൻ പാക്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. സോ ഓരോ അവസരങ്ങളും പിന്നീട് നമ്മളെ തിരിഞ്ഞ് വരുത്തില്ല. സോ ഓരോ അവസരങ്ങളും ചിലപ്പോൾ നമുക്കുള്ള അടുത്ത ഒരു അവസരമായിട്ട് കാണാതെ അതിനെ ഫലപ്രദമായിട്ട് അതിനെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇനിയും നിങ്ങൾ ഒരുപാട് വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. സോ 2025 നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ഡിസിഷൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സുമായിട്ട് വീണ്ടും വരും. സോ പ്രതീക്ഷ കൈവിടാതെ ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.